ആത്മാബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം. ആരാണോ ഭഗവത് കാര്യങ്ങൾ പറഞ്ഞ് മറ്റുള്ളവരെ കൂടി ഈശ്വരൻ്റെ മഹിമ മനസ്സിലാക്കി സാത്വികമായ മാർഗത്തിലേക്ക് തിരിയുന്നത്, അവർക്ക് ശാശ്വതമായ സമാധാനം കൈവരിക്കാൻ സാധിക്കുന്നു. അങ്ങനെ പഠിക്കുന്നവർക്കും അറിയാൻ താല്പര്യമുള്ള വ്യക്തികളെ പഠിക്കാനുള്ള അവസരം കൊടുക്കുന്നതും ഏറ്റവും ശ്രേഷ്ഠമായ പ്രവൃത്തിയാണ്. ആരാണോ അത്തരം പ്രവൃത്തി ചെയ്യുന്നത്, അവർ ഈശ്വരന് ഏറ്റവും ഇഷ്ടപ്പെട്ടവരാണ്. രണ്ടുപേർ തമ്മിലുള്ള സംവാദ രൂപത്തിലാണ് ഭഗവത്ഗീത രചിക്കപ്പെട്ടിരിക്കുന്നത്. ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനന് പറഞ്ഞു കൊടുക്കുന്ന തരത്തിൽ. അതാണിവിടെ പറയുന്നത്. അധ്യേഷ്യതേ ചയം ഇമം ധർമ്മ്യം സംവാദമാവയോ ജ്ഞാനയജ്ഞേന തേനാഹം ഇഷ്ടസ്യാമിതി മേ മതി. ഇതിൻ്റെ വിവർത്തനം: രണ്ടുപേർ നമ്മൾ തൻ ധർമ്മ്യം സംവാദത്തെ പഠിക്കുവോർ അവനാൽ ജ്ഞാനയജ്ഞത്താൽ പൂജിതൻ ജ്ഞാനതെന്മതം. രണ്ടുപേർ അർജുനനും ഭഗവാനും തമ്മിലുള്ള സംവാദ രൂപത്തിലുള്ള ഭഗവത്ഗീത, അതിൽ പറയുന്ന ധർമ്മതത്വത്തെ ആരാണോ മറ്റുള്ളവരെ കൂടി ബോധവാന്മാരാക്കുന്നത്, ആ പ്രവൃത്തി ജ്ഞാനയജ്ഞമാണ്. യജ്ഞം പലതരത്തിലുണ്ട്, എന്നാൽ ഇത് ജ്ഞാനയജ്ഞമാണ്. ഈ ജ്ഞാനയജ്ഞം ചെയ്യുന്നതാണ് ഭഗവാൻ ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അവർ ഭഗവാനെ തന്നെ പൂജിതനാക്കുകയാണ് ചെയ്യുന്നത്. അത്തരത്തിലുള്ള പ്രവൃത്തി എല്ലാ വ്യക്തികൾക്കും ഉത്കൃഷ്ടമായ പദത്തെ എത്തിച്ചേരാൻ സാധിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഭഗവാൻ അത് ഉറപ്പിച്ച് നമുക്ക് പ്രതിജ്ഞ ചെയ്യുകയാണ്. രണ്ടുപേർ നമ്മൾ തൻ ധർമ്മ്യം സംവാദത്തെ പഠിക്കുവോർ അവനാൽ ജ്ഞാനയജ്ഞത്താൽ പൂജിതൻ ജ്ഞാനതെന്മതം.